ബണ്ണും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഉള്ള സ്നാക്സ് ഒക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഒരു ബണ്ണ് ഞാനിവിടെ ഇങ്ങനെയൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. വീറ്റ് ബണ്ണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ സാധാരണ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ബട്ടറിന് പകരം വേണമെങ്കിൽ കുറച്ച് നെയ്യ് യൂസ് ചെയ്താലും മതി. അതുപോലെ ഓവനിൽ ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബർഗറിലൊക്കെ മയണൈസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ, ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ന്യൂട്ടെല്ല വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേ സ്ലൈസിലും കൂടെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ആപ്പിളാണ്. ആപ്പിളിൻ്റെ ചെറിയൊരു കഷ്ണം മതി. അത് പക്ഷേ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹാർഡായിട്ടുള്ള ഒരു പോർഷൻ വരുന്നത് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് അമർത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പഴം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബണ്ണിലേക്ക് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒരു ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മേലേക്ക് നേരത്തെ കട്ട് ചെയ്ത ആപ്പിൾ കഷ്ണം കൂടെ വെച്ച് കൊടുക്കുക. ഇതിന് മേലെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജാം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ പഴം കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് സ്ട്രോബെറീസോ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. മറ്റേ ബൺ സ്ലൈസ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ബർഗറിലൊക്കെ കാണുന്നത് പോലെ ഇതേപോലെ ഒരു ടൂത്ത് സ്റ്റിക്കിൽ ഒരു ചെറിയ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അതൊന്ന് കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആപ്പിൾസിൻ്റെ ക്രഞ്ചിനെസ്സും അതുപോലെ പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റും എല്ലാം ഇതിലുണ്ടാവും. കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.